നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സിനിമാ ലോകത്ത് എവർഗ്രീൻ നായികയാണ് മീന. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും നടി അഭിനയിച്ചിട്ടുണ്ട്. ഇന്നും സിനിമകളിൽ സജീവമായി തുടരുകയാണ് മീന. രജനി, കമൽ തുടങ്ങിയ താരങ്ങളുടെ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ച അതേ മീന തന്നെ പിന്നീട് അവരുടെ നായികയായി അഭിനയിച്ചു തുടങ്ങി. രജനി മീന കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു. 2 വർഷം മുൻപ് നടിയുടെ ഭർത്താവ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടതാണ് മീന വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. അസുഖബാധിതനായി ചികിത്സയിൽ കഴിയവെയാണ് നടിയുടെ ഭർത്താവ് വിദ്യാസാഗർ മരണപ്പെടുന്നത്. പിന്നാലെ നടി അഭിനയത്തിലേക്കും കരിയറുമായി ബന്ധപ്പെട്ട തിരക്കിലേക്കും കടന്നു. ഇത് വ്യാപകമായ വിമർശനങ്ങൾക്ക് കാരണമായി. ഇതിനിടയിൽ മീന രണ്ടാമതും വിവാഹിതയാകുന്നു എന്ന തരത്തിൽ പ്രചാരണമുണ്ടായി. ചില നടന്മാരുടെ പേരുകൾ ചേർത്ത് വാർത്ത വന്നിരുന്നു. ഇപ്പോഴിതാ സമീപകാലത്തായി തന്റെ രണ്ടാം വിവാഹത്തെ സംബന്ധിച്ച് വരുന്ന ഗോസിപ്പുകളിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മീന. രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഏറെ വേദനിപ്പിച്ചുവെന്നും ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കരമായ ദേഷ്യം വരാറുണ്ടെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മീന പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്നെക്കുറിച്ച് ഏറ്റവും അധികമായി കേൾക്കുന്ന വിവാദം എന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. അതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതേക്കുറിച്ച് എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്നതിൽ തെറ്റില്ല. ഇതിപ്പോൾ വെറുതെ ഏതെങ്കിലും എഴുതുകയാണ്. ഞാനൊരു സ്ത്രീയാണ്, സെലിബ്രിറ്റിയാണ്, ഞാനിപ്പോൾ സിംഗിൾ ആണ് എന്നൊക്കെയുള്ള കാരണങ്ങളായതുകൊണ്ടാവാം എന്തും പറയാമെന്ന് തോന്നലാണ് എഴുതുന്നവർക്ക്. എന്നെ സംബന്ധിച്ച് ഇത് വലിയ ബുദ്ധിമുട്ടും ശല്യപ്പെടുത്തലുമാണ്. എന്നാണ് എനിക്ക് എന്റെ ക്ഷമ വിടുന്നത് എന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ ഞാൻ എല്ലാവരെയും വിട്ടുവച്ചിരിക്കുകയാണ്. എന്റെ സമയവും ആരോഗ്യവും എനർജിയും ഒന്നും എനിക്ക് നെഗറ്റീവായ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ താല്പര്യമില്ല. തെറ്റായ, മോശമായ, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയും വിലപ്പെട്ട എന്റെ നേരവും ആരോഗ്യവും ചിന്തയും കളയാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള ആളാണ്. എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാനും പോസിറ്റീവ് കാര്യങ്ങൾ പങ്കുവെക്കാനും ഒക്കെയാണ് ഇഷ്ടം. അത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നതാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നും മീന പറഞ്ഞു. എന്റെ അമ്മ എത്ര സ്ട്രോങ് ആണെന്ന് എന്റെ കല്യാണം കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. അമ്മ മുൻകൂട്ടി കാര്യങ്ങൾ ചിന്തിക്കും. എന്തിനമ്മ വേണ്ട എന്ന് പറയുന്നു എന്ന് മുൻപ് എനിക്ക് തോന്നിയിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി, പ്രത്യേകിച്ചും അമ്മയായ ശേഷം മുൻപൊരു അമ്മ വേഷം ചെയ്യുന്നതിലും ഇപ്പോൾ അമ്മ വേഷം ചെയ്യുന്നതിലും എനിക്ക് ഒരുപാട് വ്യത്യാസം തോന്നാറുണ്ട്. മുമ്പ് ഒരു ആക്ടിംഗ് മാത്രമാണ്, എന്നാൽ യഥാർത്ഥത്തിൽ അമ്മയായ ശേഷം ഒരുപാട് വ്യത്യാസമുണ്ട്. അതെങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല. പണ്ട് അമ്മ എന്നെ സുഹൃത്തുക്കൾക്കൊപ്പം പാർട്ടിക്ക് പോകാനൊന്നും സമ്മതിക്കില്ലായിരുന്നു. എന്റെ സുഹൃത്തുക്കൾക്കെ അറിയാം. എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പേരിന് എന്നോട് ചോദിക്കും. കാരണം ഞാൻ വരില്ല എന്ന് അവർക്കറിയാം. അതിൽ മാത്രമായിരുന്നു എനിക്ക് വിഷമം. എപ്പോഴും ഷൂട്ടിങ്ങും ഇന്റർവ്യൂവും സ്ക്രിപ്റ്റ് കേൾക്കലും മാത്രം, മറ്റൊന്നുമില്ലായിരുന്നു എനിക്ക് ചെയ്യാനൊന്നും എന്നും മീന പറഞ്ഞിരുന്നു. താൻ സിനിമാ ലോകത്തേക്ക് വരാൻ വിധിക്കപ്പെട്ട ആളാണെന്ന് തിരിച്ചറിയുന്നുവെന്നും മീന പറഞ്ഞിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു. ആദ്യമൊക്കെ ഒരു കരിയർ പോലെ മാത്രമാണ് സിനിമാ രംഗത്തെ ഞാൻ കണ്ടത്. ഇതിനുശേഷം വിവാഹം ചെയ്ത് സെറ്റിൽ ഡൗൺ ചെയ്യും എന്ന ചിന്തയായിരുന്നു. പിന്നെ ഇതാണ് എന്റെ വിധിയെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇതിനു വേണ്ടിയാണ് ജനിച്ചതെന്ന് ഇപ്പോൾ തോന്നുന്നു. തുടരെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്നു. കല്യാണം കഴിഞ്ഞ് കുട്ടിയായി അതിനുശേഷവും നായികയായി അഭിനയിക്കുമെന്നോ ദൃശ്യം 1, 2, 3 ഭാഗങ്ങൾ വരുമെന്നോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും മീന പറയുന്നുണ്ട്. സിനിമാ രംഗത്ത് തനിക്ക് നല്ല അനുഭവങ്ങളാണ് സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടായതെന്നും മീന പറഞ്ഞിരുന്നു. അണിയറ പ്രവർത്തകരും കോസ്റ്റാഴ്സും എല്ലാം വളരെ പ്രൊഫഷണലും ഫ്രണ്ട്ലിയുമായിരുന്നു. പലരും അനുഭവങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നെ കുട്ടിക്കാലം മുതൽ കാണുന്നതിനാൽ നമ്മുടെ പെൺകുട്ടി എന്നൊരു സ്നേഹം ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ആർക്കൊപ്പം അഭിനയിച്ചോ വളർന്നപ്പോഴും അവർക്കൊപ്പം അഭിനയിച്ചു. അവരിൽ ഒരാളാണ് എന്ന രീതിയിലായിരുന്നു തന്നെ പരിഗണിച്ചതെന്നും മീന പറഞ്ഞിരുന്നു. കരിയറിലെ തിരക്ക് പിടിച്ച നാളുകളെക്കുറിച്ചും മീന സംസാരിച്ചു. മുഴുവൻ സമയവും ഓട്ടമായിരുന്നു. ഭക്ഷണം കഴിക്കലും ഉറക്കവും എല്ലാം യാത്രകൾക്കിടയിലായിരിക്കും. കാലിൽ ചക്രം കെട്ടിയതുപോലെയായിരുന്നു. ബർത്ത്ഡേ പാർട്ടികൾ, ഫെസ്റ്റിവലുകൾ എന്നിവയെല്ലാം ഞാൻ ഏത് സെറ്റിലാണോ അവിടെ വെച്ച് ആഘോഷിക്കും. അതിനായി ഒരു സമയമെടുത്ത് വീട്ടുകാരോടും സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിച്ചിട്ടില്ല എന്നും മീന പറഞ്ഞിരുന്നു. ഒരു ദീപാവലി പോലും വീട്ടിൽ ആഘോഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമം എനിക്കുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഇക്കാര്യം പറഞ്ഞ് പരാതിപ്പെടുമായിരുന്നു. അമ്മ എന്നെ സമാധാനിപ്പിച്ചു. നീ നോക്കൂ, ഓരോ തവണയും ഓരോ യൂണിറ്റിലാണ് നീ. പുതിയ ആളുകൾ, ഇങ്ങനെ ആർക്ക് സാധിക്കും? അങ്ങനെ ഞാൻ മനസ്സിലാക്കി. പിന്നെ തന്റെ തിരക്കുകൾ ആസ്വദിച്ചെന്നും മീന പറഞ്ഞിരുന്നു. തന്നെക്കുറിച്ച് വരുന്ന ഗോസിപ്പിലെ അതൃപ്തിയും മീന അഭിമുഖത്തിൽ പങ്കുവച്ചു. താൻ രണ്ടാമത് വിവാഹിതയാകുന്നുവെന്ന് പ്രചരിക്കുന്നു. തെറ്റായ പ്രചാരണമാണിത്.
താൻ സിംഗിൾ ആയതുകൊണ്ട്, സെലിബ്രിറ്റി ആയതുകൊണ്ടും പലരും അത് മുതലെടുത്ത് അനാവശ്യമായ കാര്യങ്ങൾ എഴുതുന്നുവെന്നും മീന പറഞ്ഞു. ജീവിതത്തിൽ മീനയെ ഏറെ വിഷമിപ്പിച്ചത് ഭർത്താവ് വിദ്യാസാഗറിന്റെ അപ്രതീക്ഷിത മരണമാണ്. ശ്വാസകോശത്തിൽ അണുബാധ ബാധിച്ച് ചികിത്സയിലിരിക്കവെയായിരുന്നു വിദ്യാസാഗറിന്റെ മരണം. തകർന്നു പോകാതെ മുന്നോട്ട് നീങ്ങാൻ നടിക്കായി ഷോകളും സിനിമകളും മറ്റുമായി കരിയറിലെ തിരക്കുകളിലാണ് മീന ഇന്ന്. വിഷമഘട്ടത്തിൽ മീനയ്ക്ക് ആശ്വാസമായത് അമ്മയുടെയും മകളുടെയും ഒപ്പം സുഹൃത്തുക്കളുടെയും സാന്നിധ്യമാണ്. അതേസമയം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു സിനിമ കമ്മിറ്റ് ചെയ്ത ശേഷം വലിയൊരു സംവിധായകന്റെയോ പ്രൊഡക്ഷൻ ഹൌസിന്റെയോ സിനിമ വന്നാലും ആ സിനിമ വിട്ടുപോകില്ല. കമ്മിറ്റ് ചെയ്ത ശേഷം ആ ഡേറ്റ് ആര് വന്ന് ചോദിച്ചാലും കൊടുക്കാൻ പറ്റില്ല. ആ ആത്മാർത്ഥതയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. പലപ്പോഴും യാത്രകളിലാണ് ഉറങ്ങിയതും. 48 മണിക്കൂർ വരെ ഉറക്കമില്ലാതെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റ് യാത്രയിൽ 1 മണിക്കൂർ ഉറങ്ങുമായിരുന്നുവെന്നും മീന വ്യക്തമാക്കി. സിനിമയ്ക്കപ്പുറം പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാത്തതിനെ കുറിച്ചും മീന സംസാരിച്ചിരുന്നു. ആദ്യം മുതലേ കൂടുതൽ സംസാരിക്കുന്ന വ്യക്തിയല്ല ഞാൻ. കുറച്ച് ഇൻട്രോവേർട്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നെങ്കിലും എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാറില്ല. പ്രൊഫഷനും അപ്പുറം ഞാൻ വളരെ സ്വകാര്യതയുള്ള വ്യക്തിയാണെന്നും മീന വ്യക്തമാക്കിയിരുന്നു. ദൃശ്യം 3 മലയാളത്തിൽ മീനയുടെ വരാനിരിക്കുന്ന സിനിമ. ഏപ്രിൽ 2 ചിത്രം തിയേറ്ററുകളിൽ എത്തും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.